ഉച്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ നേരെ സൈക്കിൾ എടുത്ത് നേരെ പോയത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കടയിലോട്ടാണ്. ഈ കടയിൽ ചെന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിരിയാണിക്കുള്ള സാധനങ്ങളും ചിക്കനും ഒക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ അപ്പൂനെ വഴി വെച്ച് കണ്ടു. അവനെ കണ്ടതോടെ അവൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് വിട്ടിട്ട് ഞാൻ നേരെ സൈക്കിൾ കൊണ്ട് വീട്ടിലോട്ട് വന്നു. പിന്നെ ഈ കരച്ചിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, സബോള അരിഞ്ഞിട്ടുള്ള കരച്ചിലാട്ടോ. സബോള അരിഞ്ഞത് കണ്ടു നേരിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴാണ് എനിക്ക് ചിക്കുവിൻ്റെ ഐഡിയ തോന്നിയത്. ചിക്കുവിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവൾ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഈ നെടുപ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിനകത്തിട്ട് വെക്കും. അപ്പം നമ്മുടെ കണ്ണ് നീരിൽ അരിഞ്ഞ് കഴിയുമ്പം അപ്പോൾ ആ ഐഡിയ ചെയ്തു. അതിനുശേഷം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു 2-3 കയ്യും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഞാൻ 2 അടുപ്പിലും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ ഒരേ ടൈമിൽ വേഗം വൈകുന്നേരം സമയമല്ലേ, അപ്പോൾ അച്ഛയും അമ്മയും വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിൽ ഒരു 5-6 കയ്യും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇതേപോലെ തന്നെ ദമ്മിടാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇനി ദമ്മിടൽ മാത്രം നമുക്ക് ബാക്കിയുള്ളൂ. അതും കൂടെ ചെയ്തു. സാധനം ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നൊക്കെ എല്ലാവരും പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് കുറച്ച് അധികമായിട്ട് സാധനം ഇവിടെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ പാത്രം കഴുകാനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ.